ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ചക്ക വെച്ചിട്ടാണ് കേട്ടോ, പഴുത്ത ചക്ക വെച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് പഴുത്ത വരിക്ക ചക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വരിക്ക ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയാൽ നന്നാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും മതിയാവും, എന്നാലും ബാക്കി ഉണ്ടാവും ഉണ്ണിയപ്പം. അപ്പോൾ നമ്മളിതാ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ട മധുരം ഞാൻ അതിൽ തന്നെ ഇടുന്നത് കേട്ടോ. അപ്പം 4 ശർക്കരേൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മധുരം കുറവായപ്പോൾ ഞാൻ 2 കഷ്ണം കൂടി ശർക്കര ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇത് കുറച്ച് ചൂടാറാൻ വെച്ചാൽ മതി. ചെറിയൊരു ചൂടിൽ നമ്മൾ അരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം ഞാൻ ഒരു നുള്ളു നല്ല ജീരകം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ പച്ചരിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി അപ്പോൾ അരച്ചത്, പച്ചരി നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഇതിൽ ഈ ചക്കേൻ്റെ മിക്സ് ഇട്ട് കൊടുത്താട്ടോ. അപ്പോൾ നമ്മളിന്ന് ചട്ടിയിലേക്ക് പാരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഗ്യാസിന്മേലാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അവിടെ നിന്ന് മാറ്റി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുപ്പത്താകുമ്പോൾ ഒരേപോലെ തീയൊക്കെ കത്തിയിട്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മിക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടാം. തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് ഇടാം, അണ്ടിപ്പരിപ്പ് ഇടണവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പം ചക്കേൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക, പിന്നെ അതേപോലെ അട ഉണ്ടാക്കുക. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ പഴുത്ത ചക്ക നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആക്കാതെ നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനിതവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാവണ വരെ കത്തിച്ചതിൻ്റെ ശേഷം നമ്മൾ തീ മാറ്റി കൊടുക്കണം കേട്ടോ. ഓവറായിട്ട് കത്തിയാൽ നമ്മൾ ശർക്കര ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പം ഇതിലേക്ക് ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കുക. ഇതിന് 6 കുഴി, 7 കുഴി ഉണ്ടല്ലേ. അപ്പോൾ 7 കുഴിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ 7 കുഴിയുണ്ട്, അതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം അത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 തവണ ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.